ഇന്നിവിടെ തയ്യാറാക്കുന്നത് കുട്ടനാടൻ രുചിയിലുള്ള ഒരു ഫ്രൈ മസാല ചെമ്മീൻ കറിയാണ് തയ്യാറാക്കുന്നത്. അതിനുവേണ്ടി ഞാനിവിടെ 1 കിലോ ചെമ്മീൻ തോടെല്ലാം കളഞ്ഞ് കഴുകി വൃത്തിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. അതിനുശേഷം ഇനി ഇതിനകത്തേക്ക് നമുക്ക് മസാലകളാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ആദ്യം 1/2 സ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നീട് ചതച്ച കുരുമുളക് പൊടി 1/2 സ്പൂൺ ചേർത്ത് കൊടുക്കുക. പിന്നീട് സാധാരണ മുളക് പൊടി 1 സ്പൂൺ ചേർത്ത് കൊടുക്കുക. പിന്നീട് അല്പം മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതിനകത്തേക്ക് ആവശ്യത്തിനുള്ള വിനാഗിരിയും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പം ഇത്രയും മസാലകൾ ചേർത്ത് കൊടുത്തതിന് ശേഷം ഇനി ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇളക്കി അതിൻ്റെ ആ ഒരു മസാലയെല്ലാം ചെമ്മീൻ്റെ പുറത്ത് നല്ലതുപോലെ ഒന്ന് തേച്ച് പിടിപ്പിക്കുക. തേച്ച് പിടിപ്പിച്ചതിന് ശേഷം ഏകദേശം 1 മണിക്കൂർ സമയം ഇതൊന്ന് മാറ്റി വെക്കുക. അപ്പോൾ നമ്മളിതെല്ലാം നല്ലതുപോലെ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി ഇത് 1 മണിക്കൂർ ഈ മസാലയെല്ലാം ചെമ്മീനിലൊന്ന് നല്ലതുപോലെ ഒന്ന് പിടിക്കുന്നതിന് വേണ്ടി ഒന്ന് മാറ്റി വെക്കാം. അതിനുശേഷം ഇപ്പോൾ ഏകദേശം 1 മണിക്കൂറോളം ആയിട്ടുണ്ട്. ഇതുപോലെ വീണ്ടും സ്റ്റൗവിൽ ഒരു പാത്രം വെച്ച് കൊടുക്കുക. അതിനകത്തേക്ക് നമുക്ക് വെളിച്ചെണ്ണയാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ഓയിൽ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ഈ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി കഴിയുമ്പോൾ നമ്മൾ നേരത്തെ മസാല പുരട്ടി വെച്ചിരിക്കുന്ന ചെമ്മീൻ കഷ്ണങ്ങളെല്ലാം ഇതിനകത്തേക്കൊന്ന് ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുത്തത് നല്ലതുപോലെ ഒന്ന് ഫ്രൈ ആക്കി നമുക്ക് എടുക്കാം. നല്ലതുപോലെ ഫ്രൈ ആക്കുക എന്ന് പറയുമ്പോൾ ഒരുപാട് ഫ്രൈ ആക്കി കൊടുക്കരുത്. ഒരു ലൈറ്റ് ഗോൾഡൻ കളറിൽ വരുന്നത് വരെ വേണം ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ ഇത് ഇട്ടതിന് ശേഷം അല്പസമയം കഴിഞ്ഞ് ഇത് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. കാരണം 2 സൈഡും നല്ലതുപോലെ ഒന്ന് ഫ്രൈ ആയി വരുന്നതിന് വേണ്ടിയാണ് ഇതൊന്ന് ഇളക്കി കൊടുക്കുന്നത്. ഇപ്പം നമ്മൾ ഉദ്ദേശിച്ച പോലുള്ള കറക്റ്റ് ആ ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഇനി ഇത് കോരി നമുക്കൊരു പാത്രത്തിലേക്ക് ഒന്ന് മാറ്റി കൊടുക്കുക. തീർച്ചയായിട്ടും ഇത് വളരെ ഈസി ആയിട്ട് തന്നെ വീട്ടിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല ഒരു ഫ്രൈ മസാലയാണ്. തീർച്ചയായിട്ടും നിങ്ങൾ ഇതൊന്ന് തയ്യാറാക്കി നോക്കുക. കുട്ടനാടിൻ്റെ തനത് രുചിയിലാണ് ഇത് തയ്യാറാക്കുന്നത്. കുട്ടനാട്ടുള്ള ഷാപ്പുകളിലൊക്കെ ഈ ഒരു കൊഞ്ച് ഫ്രൈ മസാല നിങ്ങൾക്ക് വാങ്ങാൻ കിട്ടുന്നതായിരിക്കും. ഇതിൻ്റെ രുചി എന്ന് പറയുന്നത് അല്പം എരിവ് കൂടിയാണ് ഇത് തയ്യാറാക്കുന്നത്. ആ ഒരു കൊഞ്ച് വറുത്തത് മാറ്റി വെച്ചതിന് ശേഷം നമുക്കിനിയും ബാലൻസ് വന്ന കൊഞ്ചും കൂടെ ആ ഒരു എണ്ണയ്ക്കകത്തിട്ട് നല്ലതുപോലെ വീണ്ടും ഇതേ രീതിയിൽ ഒന്ന് വറുത്തെടുക്കുക. അപ്പം ഇതിനി നല്ലതുപോലെ ഒന്ന് ഇളക്കി നേരത്തെ വറുത്തെടുത്തതുപോലെ ഒരു ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ കളർ വരുന്നത് വരെ വേണം ഇത് ഇളക്കി കൊടുക്കേണ്ടത്. ഇപ്പം ഏകദേശം ആ ഒരു കൊഞ്ച് എല്ലാം നല്ലതുപോലെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇത് നമുക്ക് നേരത്തെ കോരി മാറ്റി പാത്രത്തിലേക്കൊന്ന് മാറ്റി കൊടുക്കുക. അപ്പോൾ ഇതെല്ലാം നമ്മൾ തയ്യാറാക്കി മാറ്റി വെച്ചതിന് ശേഷം ഇനി ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അതിനുവേണ്ടി ഇതുപോലെ ഒരു പാത്രം സ്റ്റൗവിൽ വെച്ചതിന് ശേഷം അതിനകത്തേക്ക് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കുക. അപ്പം നേരത്തെ ഞാൻ ഫ്രൈ ചെയ്ത ആ ഒരു ബാലൻസ് വന്ന എണ്ണയാണ് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. ബാക്കി സ്വല്പം നല്ല വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കുക. ഇതൊന്ന് ചൂടായി വന്നു കഴിയുമ്പോൾ ഇതിനകത്തേക്ക് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെളുത്തുള്ളിയാണ് ഇട്ട് കൊടുക്കുന്നത്. വെളുത്തുള്ളി ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഇനി ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. വെളുത്തുള്ളിയുടെ പച്ച ചുവയ്ക്ക് ഒന്ന് മാറി ഇത് ഒരു നേരിയ ബ്രൗൺ കളറായി വരുമ്പം ഇതിനകത്തേക്ക് ഇനിയും ചേർത്ത് കൊടുക്കേണ്ടത് കറിവേപ്പിലയാണ് ചേർത്ത് കൊടുക്കുന്നത്. കൂടുതൽ കറിവേപ്പില ചേർത്ത് കൊടുക്കേണ്ട, ഒരു 2 അല്ലി കറിവേപ്പില മാത്രം ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് നമുക്കിനി ഇതിനകത്തേക്ക് ചെറിയ ഉള്ളിയാണ് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുന്നത്. ചെറിയ ഉള്ളി നിങ്ങൾക്ക് ഇനി ഒരു പക്ഷേ കിട്ടുന്നില്ലെങ്കിൽ സവോള ചെറുതായിട്ട് അരിഞ്ഞതും ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്ത് ഇത് തയ്യാറാക്കാവുന്നതാണ്. ഉള്ളിയും കൂടെ ചേർത്ത് കൊടുത്ത് ഇനി നല്ലതുപോലെ ഇതൊന്ന് വരട്ടി കൊടുക്കുക. കാരണം ഉള്ളിയെല്ലാം ഒന്ന് വെന്ത് ഒന്ന് വരണ്ട് വരുന്നതും വരെ വേണം ഇതൊന്ന് ഇളക്കി കൊടുക്കേണ്ടത്. ഇനി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് 1/2 സ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നീട് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് കുരുമുളക് ചതച്ചത് വീണ്ടും നമുക്ക് ഇതിനകത്ത് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഉപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം വീണ്ടും ഒന്ന് ഇളക്കിയതിന് ശേഷം വേണം കുരുമുളക് പൊടിയും ഇതിനകത്തേക്ക് വീണ്ടും ചേർത്ത് കൊടുക്കേണ്ടത്. ഉള്ളി ഏകദേശം നല്ലപോലെ ഒന്ന് വരട്ടി എടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, നല്ലപോലെ വെന്ത് ഒരു നേരിയ ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനി ഈ സമയത്ത് ഇതിനകത്തേക്ക് കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങളുടെ എരിവിന് അനുസരിച്ചുള്ള കുരുമുളക് പൊടി കൂടുതൽ ചേർക്കാം, കുറവ് ചേർക്കാം, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെയാണ്. കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക. പിന്നീട് ഇതിനകത്തേക്ക് മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഇത്രയും ചേർത്ത് കൊടുത്തതിന് ശേഷം വീണ്ടും ഇത് നല്ലതുപോലെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കുക. ഇളക്കി ആ ഒരു മസാലയുടെ പച്ച ചുവയ്ക്ക് ഒന്ന് മാറി വരുന്നത് വരെ വേണം ഇതൊന്ന് ഇളക്കി കൊടുക്കേണ്ടത്. അതുപോലെ ഇത് ടോട്ടൽ, അതായത് മൊത്തത്തിലുള്ള മസാല ഒന്ന് ചെറിയ ബ്രൗൺ കളർ ആകുന്നത് വരെ നിർത്താതെ തന്നെ ഇതൊന്ന് ഇളക്കി കൊടുക്കുക. കണ്ടില്ലേ, ഇപ്പൊ ചെറുതായിട്ട്
ഒരു മസാലയെല്ലാം നല്ല ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഈ സമയത്താണ് ഇതിനകത്തേക്ക് തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത്, ഞാനിവിടെ എടുത്തിരിക്കുന്നത് 2 തക്കാളി ചെറുതായിട്ട് അരിഞ്ഞതാണ് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കേണ്ടത്. തക്കാളിയും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കുക. തക്കാളി എല്ലാം ഒന്ന് വെന്ത് അതിനകത്തൊന്ന് മിക്സായി വരുന്നത് വരെ വേണം ഇതൊന്ന് ഇളക്കി കൊടുക്കേണ്ടത്. ഏകദേശം 2-3 മിനിറ്റ് സമയം കൊണ്ട് തന്നെ തക്കാളി എല്ലാം നല്ലപോലെ വെന്ത് മിക്സായി വന്നിട്ടുണ്ട്. ഇങ്ങനെ മിക്സായി വന്നതിന് ശേഷമാണ് പിന്നീട് നമുക്ക് നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന ചെമ്മീൻ കഷ്ണങ്ങൾ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കേണ്ടത്. കണ്ടില്ലേ? അപ്പോൾ ഒരു നേരിയ ബ്രൗൺ രീതിയിൽ ഇതേ രീതിയിൽ തന്നെ നിങ്ങൾ ചെമ്മീൻ വറുത്തെടുക്കണം. കാരണം കൂടുതൽ ഇത് വറുത്ത് കഴിഞ്ഞാൽ റബ്ബർ പോലെ ആയി പോകും. അപ്പൊ ഇത് ജ്യൂസി ആയിട്ട് തന്നെ നമുക്ക് ഈ ഒരു കൊഞ്ച്, അതായത് ചെമ്മീൻ കിട്ടേണ്ടതാണ്. എന്നിട്ട് ഇതിനി നല്ലതുപോലെ ഇളക്കി കൊടുക്കുക. ആ ഒരു മസാലയ്ക്കകത്ത് കൊഞ്ചെല്ലാം ഇട്ട് നല്ലപോലെ ഇളക്കി അതിന്റെ മസാലയെല്ലാം കൊഞ്ചിൻ്റെ ഉള്ളിൽ ഒന്ന് പിടിക്കുന്നത് വരെ വേണം ഇതൊന്ന് ഇളക്കി കൊടുക്കേണ്ടത്. ഇപ്പൊ നമ്മുടെ കൊഞ്ചിന്റെ ബോറിലെല്ലാം മസാലയെല്ലാം നല്ലതുപോലെ ഒന്ന് തേച്ച്, അതായത് ഇളക്കി പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് തേങ്ങാപ്പാലാണ് ചേർത്ത് കൊടുക്കേണ്ടത്. തേങ്ങയുടെ 1-ാം പാലാണ് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കേണ്ടത്. തേങ്ങാപ്പാലൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം വീണ്ടും ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇളക്കി ഇത് നല്ലതുപോലെ ഒന്ന് കുറുകി വരുന്നത് വരെ വേണം ഇതൊന്ന് ഇളക്കി കൊടുക്കേണ്ടത്. ഇത് ഒരു 2-3 മിനിറ്റ് സമയം കൊണ്ട് തന്നെ നല്ലതുപോലെ ഒന്ന് തിളച്ചു വരുന്നതാണ്. തിളച്ചു വന്നതിന് ശേഷം പിന്നീട് ഒരുപാട് സമയം നമുക്ക് ഇത് സ്റ്റൗവിൽ വെച്ച് ഇളക്കി കൊടുക്കേണ്ട കാര്യമില്ല. കാരണം തേങ്ങാപ്പാൽ ഒഴിച്ചു കഴിഞ്ഞാൽ ഒരു തിള മാത്രം വന്നാൽ മതി. അപ്പോഴേക്കും നമ്മുടെ ഈ ഒരു മസാലക്കറി നല്ലതുപോലെ കുറുകി വരികയും ചെയ്യും. ഇനി ഇതിനകത്ത് അല്പം കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുക. കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം വീണ്ടും ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. അതുപോലെ ഇതിനകത്ത് നിങ്ങൾക്ക് മസാലക്കൂട്ടും കൂടെ ചേർത്ത് കൊടുക്കേണ്ടതായിരുന്നു. അതായത് കുരുമുളക്, ഏലയ്ക്ക, ഗ്രാമ്പു, കറുകപ്പട്ട, അതിന്റെ പൊടി ചേർത്ത് കൊടുക്കേണ്ടതായിരുന്നു. പക്ഷെ അത് ചേർത്ത് കൊടുത്തെങ്കിലും അത് റെക്കോർഡിങ്ങിൽ കിട്ടാത്തത് കൊണ്ടാണ് നിങ്ങളെ കാണിക്കാഞ്ഞത്. അപ്പൊ നമ്മുടെ ഈ ഒരു കൊഞ്ച് ഫ്രൈ മസാല തയ്യാറായിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു പ്ലേറ്റിലേക്ക് ഒന്ന് മാറ്റി കൊടുക്കുക. നമുക്ക് രാവിലത്തെ അപ്പത്തിന്റെ കൂടെയും അതുപോലെ പുട്ടിന്റെ കൂടെയും ആഹാരം, ഏതൊരു ആഹാരത്തിന്റെ കൂടെയും ഇത് ഉപയോഗിക്കാവുന്നതാണ്. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ ഇതൊന്ന് വീട്ടിൽ തയ്യാറാക്കി നോക്കുക. അതിനുശേഷം ഇതിന്റെ അഭിപ്രായം നിങ്ങൾ എന്റെ കമന്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ഒന്ന് ലൈക്ക് ചെയ്യുക, ഒന്ന് ഷെയർ ചെയ്യുക. ഇതുവരെയും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് ചെയ്യുക. Don't push back. Oh. Don't push back.